സംഘർഷങ്ങളും സാധാരണ ജനജീവിതം ബുദ്ധിമുട്ടേറിയതാക്കുന്ന ഇക്കാലത്ത് ജനങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സർക്കസ് കൂടാരങ്ങൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ചെയ്യുന്ന ശ്രമങ്ങളെ പിന്തുണച്ച് ഫ്രാൻസിസ് പാപ്പ റോമിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഓസ്റ്റിയായിൽ ലൂണ പാർക്കിൽ സർക്കസ് അവതരിപ്പിക്കുന്ന കലാകാരന്മാരെയും അവരുൾപ്പെടെയുള്ള വിവിധ സമൂഹങ്ങൾക്ക് സമർപ്പിത ശുശ്രൂഷ ചെയ്യുന്ന സി ജെനവേവ് ഷെനൻഗ്രിയെയും കാണുവാനായി എത്തിയ അവസരത്തിലാണ് ജനങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കുന്ന ഇത്തരം കലാകാരന്മാർക്ക് പാപ്പ നന്ദി പറഞ്ഞത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കത്തീഡ്രൽ ദേവാലയങ്ങളിലും ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും 2025 ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വാതിലുകൾ തുറക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് വ്യക്തത വരുത്തി വത്തിക്കാൻ. സുവിശേഷവൽക്കരണത്തിനായുള്ള റോമൻ ഡിക്കാസ്ട്രിയാണ് വിശുദ്ധ വാതിലുകൾ തുറക്കുന്നതിനെക്കുറിച്ചുള്ള വിശ്വാസികളുടെ സംശയങ്ങൾക്ക് വിശദീകരണം നൽകിയത്. 2025 ജൂബിലി വർഷത്തിന് തുടക്കം കുറിക്കുന്നതിനെക്കുറിച്ചുള്ള രേഖയിൽ 6-ാം ഖണ്ഡികയിൽ 4 പേപ്പൽ ബസിലിക്കകളിലും തടവറയിലെ വിശ്വാസികൾക്കായി ഒരു പ്രത്യേക വാതിലും തുറക്കുമെന്ന് പാപ്പ വ്യക്തമാക്കിയിരുന്നു. പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ക്രിസ്തീയ വിശ്വാസത്തെ അവഹേളിച്ച് നടത്തിയ അവതരണത്തിൽ പ്രതിഷേധമറിയിച്ച് അമേരിക്ക ആസ്ഥാനമായ മൊബൈൽ ഇന്റർനെറ്റ് കമ്പനിയായ സീസ്പയർ ഒളിമ്പിക്സിലേക്ക് നൽകിയ തങ്ങളുടെ എല്ലാ പരസ്യങ്ങളും പിൻവലിക്കാൻ തീരുമാനമെടുത്തുവെന്ന് കമ്പനി വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ അന്ത്യത്താഴത്തെ പരിഹസിച്ചുള്ള അവതരണം തങ്ങളെ ഞെട്ടിച്ചുവെന്നും സീസ്പയർ തങ്ങളുടെ പരസ്യങ്ങൾ ഒളിമ്പിക്സിൽ നിന്ന് പിൻവലിക്കുമെന്നും മിസിസിപ്പി ആസ്ഥാനമായുള്ള കമ്പനി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിച്ചു. ശക്തമായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വിലങ്ങാട് മലയോര മേഖലയിലെ കർഷകർ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ ദുരിതം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ച് താമരശ്ശേരി ബിഷപ്പ്മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിലുള്ള വൈദിക അൽമായ പ്രതിനിധി സംഘം ഇന്നലെ രാവിലെ കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് രൂപതാ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കർഷകരുടെ ആശങ്കകൾ അറിയിച്ചത്. വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രിമാരുടെ സംഘം സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ബിഷപ്പിനെ അറിയിച്ചു. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം ശക്തമാക്കുന്ന പ്രവണതയിൽ ആശങ്കാകുലരായി ക്രൈസ്തവ സമൂഹം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ നിയമസഭാംഗങ്ങൾ 2021 സ്ഥാപിച്ച മതപരിവർത്തന വിരുദ്ധ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കുന്ന ബിൽ പാസാക്കിയിരുന്നു. പുതിയ ബിൽ ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പുകളെ ലക്ഷ്യമിടുന്നതും ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനത്ത് താമസിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്നതുമാണെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ അധികൃതർ വെളിപ്പെടുത്തുന്നു.